2025 ആനുവൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ബൈ എ ഫാമിലി ഫോർ ഫുഡ് കൺസംഷൻ ആൻഡ് നോൺ ഫുഡ് കൺസംഷൻ ഫോർ എ പർട്ടിക്കുലർ പീരിയഡ് ഈസ് കാൾഡ് ദ ഫാമിലി എക്സ്പെൻഡിച്ചർ. അതായത് ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും പിന്നെ ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായിട്ട് ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുകയാണ് ഫാമിലി എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ കുടുംബ ചെലവെന്ന് പറയുന്നത്. കംപ്ലീറ്റ് ദ ലിസ്റ്റ് ബൈ ഗിവിംഗ് മോർ എക്സാമ്പിൾസ് ഫോർ എക്സ്പെക്റ്റഡ് ആൻഡ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. നമുക്ക് താഴെയുള്ള ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറും കൂടുതൽ എഴുതിയിട്ട് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറിന് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് എഡ്യൂക്കേഷൻ. വേറെ രണ്ടെണ്ണം കൂടെ നമ്മളിവിടെ ആഡ് ചെയ്യണം. അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറിന് ആക്സിഡന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ആഡ് ചെയ്യണം. അപ്പം നമുക്കിത് ബാക്കി ഏതൊക്കെയാണ് വരുന്നത് ഇതിൽ? എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണ്? ഫുഡ്, ഇലക്ട്രിസിറ്റി ബിൽസ്, ന്യൂസ് പേപ്പർ, എന്റർടൈൻമെന്റ്, ക്ലോത്ത്, ഇതെല്ലാമാണ് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. ഇനി അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറിൽ പറഞ്ഞ ഏതൊക്കെയാണ്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഡിസീസസ്, പ്രൈസ് ഇൻക്രീസ്, ഡെത്ത്. ഓക്കെ ആണല്ലോ. നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ പ്രകൃതി ദുരന്തങ്ങൾ, പിന്നെ ഡിസീസസ് രോഗങ്ങൾ, പ്രൈസ് ഇൻക്രീസ് എന്ന് വെച്ചാൽ വിലക്കയറ്റം, പിന്നെ ഡെത്ത് എന്ന് പറയുമ്പോൾ മരണം. ഇതൊക്കെയാണ് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എത്തിച്ചേരുന്ന എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് എ ഫാമിലി ബഡ്ജറ്റ്? ഫാമിലി ബഡ്ജറ്റിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന്. എന്തൊക്കെയാണ് ഫാമിലി ബഡ്ജറ്റിന്റെ അല്ലെങ്കിൽ കുടുംബ ബഡ്ജറ്റിന്റെ ബെനിഫിറ്റ്സ്? ഒന്നാമത്തത് റെക്കഗ്നൈസിങ് ഡിഫറെന്റ് സോഴ്സസ് ഓഫ് ഇൻകം. വിവിധ ഇൻകം സോഴ്സസ് അല്ലെങ്കിൽ വരുമാന സ്രോതസ്സുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നു, തിരിച്ചറിയുന്നു. 2, അഡ്ജസ്റ്റിംഗ് ദ എക്സ്പെൻഡിച്ചർ ടു മാച്ച് ദ ഇൻകം. വരവിനനുസരിച്ച് നമ്മൾ ചെലവ് അഡ്ജസ്റ്റ് ചെയ്യുന്നു അല്ലേ? അഡ്ജസ്റ്റിംഗ് ദ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. എങ്ങനെ? ടു മാച്ച് ദ ഇൻകമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അടുത്തത് മോഡറേറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് പ്രാക്ടീസ്ഡ്. മിതവ്യയശീലം അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. പിന്നെ അഡീഷണൽ കോസ്റ്റ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ആൻഡ് കൺട്രോൾഡ്. അഡീഷണൽ കോസ്റ്റ് അല്ലെങ്കിൽ അധികമായിട്ടുള്ള ഈ ചെലവുകൾ നമ്മൾ മനസ്സിലാക്കി അതിനെ കൺട്രോൾ ചെയ്യുന്നു. ദെൻ എസെൻസ് ഓഫ് സെൽഫ് റിലയൻസ് എന്ന് വെച്ചാൽ സ്വാശ്രയ ബോധം നമുക്കുണ്ടാകുന്നു. സ്വാശ്രയ ബോധം, സെൽഫ് റിലയൻസ് എന്ന് വെച്ചാൽ സ്വാശ്രയ ബോധം ഉണ്ടാകുന്നു. സെക്കൻഡ് ആക്ടിവിറ്റി, ഒബ്സർവ് ദ സൗത്ത് ആഫ്രിക്കൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ കൊളാഷ്. അതായത് ഒരു സൗത്ത് ആഫ്രിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു കൊളാഷാണ് ഇതായി തന്നിട്ടുള്ളത്. അതിൽ ഗ്രേറ്റ് ട്രക്ക് ഉണ്ട്, ദ ഫസ്റ്റ് ബുവർ വാർ ഉണ്ട്, പിന്നെ കോളനൈസേഷൻ ഉണ്ട്. ഇതിൽ നോക്കിയുള്ളൂ, വാട്ട് ആർ ദ പീപ്പിൾ ഹൂ വെയർ ദ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് സൗത്ത് ആഫ്രിക്ക? സൗത്ത് ആഫ്രിക്കയിലെ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഏത് ആൾക്കാരായിരുന്നു? ആരായിരുന്നു? നമ്മളിത് ഈ എഗൈൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ യൂണിറ്റിന്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് എഴുതിയപ്പോൾ ഇട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സാൻ ആൻഡ് ഖോസ. ആരാണ്? സാൻ ആൻഡ് ഖോസ. ഇതായിരുന്നു സൗത്ത് ആഫ്രിക്കയിലെ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് എന്ന് പറഞ്ഞാൽ. അടുത്ത ഈ രണ്ടാമത്തെ ആക്ടിവിറ്റിയുടെ ബി ക്വസ്റ്റ്യൻ ഇതാണ്. ഒബ്സർവ് ദ എബോവ് കൊളാഷ് ആൻഡ് റൈറ്റ് എ നോട്ട് അബൌട്ട് എനിവൺ. മുകളിൽ 3 കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ട്രക്ക്, ദ ഫസ്റ്റ് ബുവർ വാർ, കോളനൈസേഷൻ. ഈ 3 ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് കോളനൈസേഷൻ. കോളനൈസേഷൻ എന്ന് വെച്ചാൽ കോളനി വൽക്കരണം. എന്താണ് കോളനൈസേഷൻ? നമ്മൾ ടെക്സ്റ്റിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കോളനൈസേഷന്റെ ഡെഫിനിഷൻ എന്താണെന്ന്. കോളനൈസേഷൻ ഇസ് ദ പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡോമിനേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് വൺ കൺട്രി ഓവർ അനദർ റീജിയൻ ആൻഡ് ഇറ്റ്സ് പീപ്പിൾ. അതായത് ഒരു രാജ്യം മറ്റൊരു പ്രദേശത്തെയും പിന്നെ അവിടുത്തെ ജനങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിച്ച് എങ്ങനെയൊക്കെ പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ അല്ലേ, അതായത് രാഷ്ട്രീയപരവും സാമൂഹ്യപരവും സാമ്പത്തികപരവും സാംസ്കാരികപരവുമായിട്ടുള്ള ഒരു ഡോമിനേഷൻ അല്ലെങ്കിൽ അധികാരം സ്ഥാപിച്ച് അവരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോളനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ഗ്രേറ്റ് ട്രക്ക്. ഗ്രേറ്റ് ട്രക്ക് എന്ന് പറഞ്ഞാൽ ദ ഗ്രേറ്റ് ട്രക്ക് ഇസ് ദ എക്സോഡസ് ഓഫ് ദി ബൂവേഴ്സ് ടു ദ ഇന്റീരിയർ ഏരിയാസ് ഓഫ് സൗത്ത് ആഫ്രിക്ക ടു എസ്കേപ്പ് ഫ്രം സച്ച് പോളിസീസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. അതായത് ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോളിസികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട്, എസ്കേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബൂവേഴ്സ് എങ്ങോട്ട്? ഇൻറ്റീരിയർ ഏരിയാസ് ഓഫ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയുടെ ഇൻറ്റീരിയർ ഏരിയാസിലേക്ക് അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് എക്സോഡസ് ചെയ്യുക അല്ലെങ്കിൽ പലായനം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രേറ്റ് ട്രക്ക് എന്ന് പറയുന്നത്. The Boers established republics in Transvaal, Orange Free State and Natal.
അതിന് ഈ ഗ്രേറ്റ് ട്രക്കിന് ശേഷം ബൂവേഴ്സ് എന്ത് ചെയ്തു? അവർ ട്രാൻസ്വാൾ, ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്, പിന്നെ നേറ്റൽ എന്നീ 3 സ്ഥലങ്ങളിലാണ് അവരുടെ റിപ്പബ്ലിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ റിപ്പബ്ലിക്ക് സ്ഥാപിച്ചത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ദ ഫസ്റ്റ് ബൂവർ വാർ അല്ലേ. ദ ഫസ്റ്റ് ബൂവർ വാർ വാസ് സ്റ്റാർട്ടഡ് 80-81 കാലഘട്ടത്തിലാണ് ആദ്യത്തെ ഫസ്റ്റ് ബൂവർ വാർ എന്ന് പറയുന്നത്. ഗോൾഡ് ആൻഡ് ഡയമണ്ട് മൈൻസ് ആർ ഡിസ്കവേർഡ് ഇൻ വേരിയസ് റീജിയൻസ് ഓഫ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയുടെ വിവിധ പ്രദേശങ്ങളിൽ ഗോൾഡിൻ്റെയും ഡയമണ്ടിൻ്റെയും ഖനികൾ കണ്ടുപിടിക്കപ്പെട്ടു. ദ ബൂവർ വാസ് സ്റ്റാർട്ടഡ് വെൻ ബ്രിട്ടൻ അറ്റംപ്റ്റ് ടു മെർജ് ദ ബൂവർ റിപ്പബ്ലിക് വിത്ത് ദ ബ്രിട്ടീഷ് കോളനീസ്. ബ്രിട്ടീഷ് കോളനിയിലോട്ട് എന്ത് ചെയ്തു? ബ്രിട്ടൻ അറ്റംപ്റ്റ് The Boer War started when Britain attempted to merge the Boer Republic with the British colony. ബ്രിട്ടീഷ് കോളനിയോട് ബൂവർ റിപ്പബ്ലിക്കിനെ മെർജ് ചെയ്യാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. അതാണ് ബൂവർ വാർ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. ബൂവർ യുദ്ധം തുടങ്ങാനുള്ള കാരണം ബ്രിട്ടൻ എന്ത് ചെയ്തു? ബൂവർ റിപ്പബ്ലിക്കിനെ ബ്രിട്ടീഷ് കോളനിയോട് ചേർക്കാൻ ശ്രമിച്ചു. അതാണ് ബൂവർ വാർ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. ബ്രിട്ടൻ ക്യാപ്ചേർഡ് ട്രാൻസ്വാൾ ടു എക്സ്റ്റെൻഡ് ദെയർ റെയിൻ ടു മോർ റീജിയൻസ്. എന്നിട്ട് ഈ ബ്രിട്ടൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ട്രാൻസ്വാളിനെ അവർ എന്ത് ചെയ്തു? ക്യാപ്ചർ ചെയ്തു. ട്രാൻസ്വാളിനെ പിടിച്ചടക്കി. ബൂവർ റിപ്പബ്ലിക്കായ ട്രാൻസ്വാളിനെ അവർ പിടിച്ചടക്കി. എന്തിനാണ്? അവരുടെ ഭരണം, റെയിൻ എന്ന് വെച്ചാൽ അവരുടെ ഭരണം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി, എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദ ബൂവേഴ്സ് വോൺ ദ ബാറ്റിൽ. അപ്പോൾ ഈ ഫസ്റ്റ് ബൂവർ വാറിൽ ആരാ ജയിച്ചത്? ബൂവർമാരാണ് ഫസ്റ്റ് ബൂവർ വാറിൽ ജയിച്ചത്. ബൂവേഴ്സ് വോൺ ദ ബാറ്റിൽ. ഈ ബാറ്റിൽ ബൂവർ വോൺ ചെയ്തു, ജയിച്ചു. ആൻഡ് ഫോംഡ് റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക. എന്നിട്ട് അവർ റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക ഫോം ചെയ്തു. എങ്ങനെ? മെർജിങ് ട്രാൻസ്വാൾ ആൻഡ് ദ നിയർ ബൈ റീജിയൻ. ഈ ബ്രിട്ടൻ പിടിച്ചെടുത്ത ട്രാൻസ്വാളും പിന്നെ അതിൻ്റെ അടുത്തുള്ള കുറച്ച് റീജിയൻസും മെർജ് ചെയ്ത്, ഇവരുടെ ബൂവർ റിപ്പബ്ലിക്കിനോട് മെർജ് ചെയ്ത് റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക ബൂവേഴ്സ് ഫോം ചെയ്തു. ഇത്രയും കാര്യങ്ങൾ എഴുതണം കേട്ടോ. അടുത്ത മൂന്നാമത്തെ ആക്ടിവിറ്റി എവരി സ്റ്റോൺ വി സീ അറൗണ്ട് us ഹാസ് എ സ്റ്റോറി ടു ടെൽ. നമുക്ക് ചുറ്റും കാണുന്ന ഓരോ കല്ലിനും ഓരോ സ്റ്റോറി പറയാനുണ്ടാവും. അവർ ആൻസസ്റ്റേഴ്സ് ലെഫ്റ്റ് ബിഹൈൻഡ് റിമൈൻസ് എന്നാണ് കേട്ടോ. റിമൈൻസ് ഓഫ് മെനി മോണ്യുമെന്റ്സ് ബിൽറ്റ് വിത്ത് ലാർജ് സ്റ്റോൺസ്. അതായത് വലിയ ലാർജ് സ്റ്റോൺ അല്ലെങ്കിൽ വലിയ കല്ലുകൊണ്ട് നിർമ്മിച്ച ധാരാളം സ്മാരകങ്ങളുടെ അവശേഷിപ്പുകൾ നമ്മുടെ പൂർവികർ ഇവിടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. ടെക്സ്റ്റിലുള്ള സെയിം സെൻറ്റൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കോട്ടഡിൽ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ഡാഷ് ലാർജ് ക്ലേ ഏൺസ് യൂസ്ഡ് ഇൻ ദ മെഗാലിത്തിക് പീരിയഡ് ബൈ ബറിയിങ് ഡെഡ് ബോഡീസ്. ഡെഡ് ബോഡീസ് അല്ലെങ്കിൽ ശവസംസ്കാരത്തിന് നമ്മൾ ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികളാണ് ഡാഷ്. ഏത് സമയത്ത്? മെഗാലിത്തിക് പീരീഡിൽ, അതായത് മഹാശില കാലഘട്ടത്തിൽ. ഏതാ ഇതിൻ്റെ ആൻസർ? കൂടക്കല്ല്, മുനിയറ, നന്നങ്ങാടീസ്, തൊപ്പിക്കല്ല്. ഏതാ ആൻസർ? ആൻസർ എന്ന് പറയുന്നത് നന്നങ്ങാടീസ്. ഏതാണ്? നന്നങ്ങാടീസ് ആണ് കേട്ടോ. അടുത്തത് ബി ക്വസ്റ്റ്യൻ. എടക്കൽ കേവ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട്? ഏത് ഡിസ്ട്രിക്റ്റിലാണ് എടക്കൽ കേവ്? എടക്കൽ കേവ് എവിടെയാണ്? വയനാട് അല്ലേ, വയനാട് ഡിസ്ട്രിക്റ്റിലാണ്. വാട്ട് ആർ ദ സോഴ്സസ് ദാറ്റ് ഹെൽപ്പ് us ഇൻ ദ റൈറ്റിംഗ് ഓഫ് ലോക്കൽ ഹിസ്റ്ററി? ലോക്കൽ ഹിസ്റ്ററി എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ സോഴ്സസ് യൂസ് ചെയ്യാം? നമുക്ക് ഒരു പദസൂര്യൻ പോലെ തന്നിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റിൽ. നമുക്ക് ലോക്കൽ ഹിസ്റ്ററി റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഴ്സസ് ഏതൊക്കെയാണെന്ന് എഴുതാം. ലോക്കൽ നോളജ്, നാട്ടറിവുകൾ, റൈറ്റ്സ് ആൻഡ് റിച്വൽസ്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, സോങ്സ്, പാട്ടുകൾ, ഒബ്സർവേഷൻ ഓഫ് ദി ലൊക്കാലിറ്റി, പ്രാദേശിക നിരീക്ഷണം, മെമ്മറീസ്, ഓർമ്മകൾ, പ്ലേസ് നെയിംസ്, സ്ഥലനാമങ്ങൾ, പിന്നെ മോർഗേജ് ഡോക്യുമെന്റ്സ്, അത് മറ്റേ ആധാരങ്ങൾ, പിന്നെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്, ഔദ്യോഗിക രേഖകൾ. ഇതൊക്കെയാണ് ലോക്കൽ ഹിസ്റ്ററി റൈറ്റിങ്ങിന് വേണ്ടുന്ന സോഴ്സസ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. കളക്ടിങ് ഇൻഫർമേഷൻ ഓൺ ആൻ ഒബ്ജെക്ട്, റീജിയൻ ഓർ എ ഫിനോമിനൻ ഫ്രം എ ഡിസ്റ്റൻസ് വിത്തൗട്ട് ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡിവൈസ് ഈസ് കാൾഡ് റിമോട്ട് സെൻസിങ്. അതായത് റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷനാണ് തന്നിട്ടുള്ളത്. അതായത് ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെയോ കുറിച്ച് വിവരങ്ങൾ വിദൂരതയിൽ നിന്നും സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടെ ശേഖരിക്കുന്ന രീതിയാണ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ. ഇനി അതിൻ്റെ അകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ മെത്തേഡ് ബൈ വിച്ച് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ജിയോഗ്രഫിക്കൽ ഏരിയാസ് ആർ കോപ്പീഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യാമറ ഫിക്സഡ് ഓൺ ആൻ എയ്റോപ്ലെയിൻ? ഒരു എയ്റോപ്ലെയിനിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടെ ആകാശത്ത് നിന്നും നമ്മുടെ ജിയോഗ്രഫിക്കൽ ഏരിയാസിൻ്റെ സവിശേഷതകളൊക്കെ കോപ്പി ചെയ്യുന്ന രീതിക്ക് നമ്മൾ എന്ത് പേരാണ് പറയുന്നതെന്ന്? ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞ പേരെന്താണ്? ഏരിയൽ റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ ആകാശീയ വിദൂര സംവേദനം. ഓക്കെ ആണല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ദർ ആർ ഇമ്മൻസ് പോസിബിലിറ്റീസ് ഫോർ റിമോട്ട് സെൻസിങ് ഇൻ ദ മോഡേൺ വേൾഡ്. റൈറ്റ് എനി 2 പോസിബിലിറ്റീസ്. റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. അതിലേതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.
1 ഫോർ ക്ലൈമറ്റ് സ്റ്റഡീസ് കാലാവസ്ഥാ പഠനത്തിന്. 2 ഫോർ സ്റ്റഡീസ് ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉള്ള പഠനത്തിന് വേണ്ടിയിട്ട്. പിന്നെ ടു അണ്ടർസ്റ്റാൻഡ് ദ അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങളുടെ അവൈലബിലിറ്റി അല്ലെങ്കിൽ അവയുടെ ലഭ്യത മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്തത് ടു കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ഏരിയാസ് അഫക്റ്റഡ് ബൈ നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് ഡ്രോട്ട്, ഫ്ലഡ്സ് എക്സെട്ര. ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ നടന്ന പ്രദേശങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്. ഏതൊക്കെയാണ് പ്രകൃതി ദുരന്തങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ? ഡ്രോട്ട്, ഫ്ലഡ്, അതായത് വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളൊക്കെ നടന്ന ആ പ്രദേശങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് റിമോട്ട് സെൻസിങ് യൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഗിവൺ മാപ്പ് ഓഫ് കേരള. ഇതാ ഇവിടെ കേരളത്തിന്റെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്, കണ്ടല്ലോ. ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ആർ ദ എസെൻഷ്യൽ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്പ് ഇൻ മാപ്പ് റീഡിംഗ്. മാപ്പ് റീഡിങ്ങിന് നമുക്ക് എന്തൊക്കെ ഘടകങ്ങളാണ് വേണ്ടത് അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് എനി 4 പോയിന്റ്സ്, ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ ഒന്നാമത്തെ ടൈറ്റിൽ, 2 സ്കെയിൽ, പിന്നെ ഡയറക്ഷൻ, ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ജിറ്റ്യൂഡ്, ഇൻഡെക്സ്, കൺവെൻഷണൽ കളേഴ്സ് ആൻഡ് സിമ്പിൾസ്. അപ്പോൾ ഇത് 3, 4, 5, 6 ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി കേട്ടോ. അഞ്ചാമത്തെ ആക്ടിവിറ്റി, വാർണിംഗ് സൈൻസ് ഇറക്റ്റഡ് ഇൻ സൗത്ത് ആഫ്രിക്ക ഇൻ കണക്ഷൻ വിത്ത് ദ റിസർവേഷൻ ഓഫ് സെപ്പറേറ്റ് അമ്യൂണിറ്റീസ് ആക്ട് റിവീൽ ദ സോഷ്യൽ കണ്ടീഷൻ ഓഫ് അപ്പാർത്തൈഡ്. അതായത് റിസർവേഷൻ ഓഫ് സെപ്പറേറ്റ് അമ്യൂണിറ്റീസ് ആക്ട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പ്രത്യേക സൗകര്യ സംവരണ നിയമം, അതുമായിട്ട് ബന്ധപ്പെട്ട് ദക്ഷിണാഫ്രിക്കയിൽ കുറച്ച് സൈൻ ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അല്ലേ. അത് എന്ന് പറയുന്നത് അവിടുത്തെ അപ്പാർത്തൈഡ് എന്ന് പറയുന്ന കണ്ടീഷൻ്റെ അവസ്ഥ എങ്ങനെയാണ് അതിന് കാണിക്കുന്നു അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ബന്ധപ്പെട്ട് ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ളൊരു പോയിന്റ് ആണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാട്ട് ഈസ് അപ്പാർത്തൈഡ്? അപ്പോൾ എന്താണ് ഈ അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞാൽ? അതായത് അപ്പാർത്തൈഡ് എന്ന് വെച്ചാൽ എന്താണ്? വർണ്ണവിവേചനം അല്ലേ. എന്താണ് വർണ്ണവിവേചനം അല്ലെങ്കിൽ അപ്പാർത്തൈഡ്? The social order that discriminated the blacks racially and economically is known as apartheid. അതായത് ബ്ലാക്സിനെ അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു, വേർതിരിച്ച് നിർത്തുന്നു. എങ്ങനെയൊക്കെ? റേഷ്യലി ആൻഡ് എക്കണോമിക്കലി, വംശീയപരമായിട്ടും പിന്നെ എക്കണോമിക്കലി, സാമ്പത്തികപരമായിട്ടും വേർതിരിച്ച് നിർത്തുന്ന സോഷ്യൽ ഓർഡർ, ഒരു സാമൂഹ്യ ക്രമത്തിനെയാണ് അപ്പാർത്തൈഡ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഈ ഒരു പോയിന്റും കൂടെ നമുക്ക് ഉൾപ്പെടുത്താം. ഈസ് നോൺ ആസ് അപ്പാർത്തൈഡ് ഡ്യൂ ടു വിച്ച് വൈറ്റ്സ് ഇൻ സൗത്ത് ആഫ്രിക്ക ഗോട്ട് ഹൈ കൺസിഡറേഷൻ. ഇതുമൂലം, അതായത് ഈ അപ്പാർത്തൈഡ് മൂലം വൈറ്റ്സ് ഇൻ സൗത്ത് ആഫ്രിക്കയിലെ വെള്ളക്കാർക്ക് ഹൈ കൺസിഡറേഷൻ ലഭിച്ചു. ഹൈ കൺസിഡറേഷൻ എന്ന് വെച്ചാൽ കൂടുതൽ പരിഗണന, വെള്ളക്കാർക്കാണ് കൂടുതൽ പരിഗണന ലഭിച്ചത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് എ നോട്ട് ഓൺ ദ ലിവിംഗ് കണ്ടീഷൻസ് ബ്ലാക്സ് ഹാഡ് ടു ഫേസ് ഡ്യൂ ടു ദ ലോസ് ഇംപ്ലിമെന്റഡ് ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ ഇംപ്ലിമെന്റ് ചെയ്ത നിയമങ്ങൾ മൂലം ഈ ബ്ലാക്സ്, കറുത്ത വർഗ്ഗക്കാർ അനുഭവിച്ചിരുന്ന ജീവിത അവസ്ഥ എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ചൊരു ചെറിയ നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു ബോക്സിൽ കുറേ ലോസ് ഈ വൈറ്റ്സ് പാസ്സാക്കിയതായിട്ട് ഉണ്ട്. ഈ ലോസ് ഒക്കെ വന്നതിന് ശേഷമാണ് കറുത്ത വർഗ്ഗക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമായി തീർന്നത്. അപ്പോൾ ആ ലോസ് ഏതൊക്കെയാണ് അതുമൂലം കറുത്തവർഗ്ഗക്കാർ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടായതെന്നുമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമത്തത് നേറ്റീവ് പാസ് ലോ ആക്ട്. അതുവഴി എന്താണ്? ദ ബ്ലാക്സ് നീഡഡ് സ്പെഷ്യൽ പാസസ് ഫോർ മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ ബ്ലാക്സിന് പോകണമെങ്കിൽ അവർക്ക് പ്രത്യേകം പാസ് ആവശ്യമുണ്ട്. അതാണ് നേറ്റീവ് പാസ് ലോ ആക്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഏതാണ്? ഗ്രൂപ്പ് ഏരിയാസ് ആൻഡ് സെഗ്രിഗേഷൻ ആക്ട്. എന്താണിത്? പീപ്പിൾസ് വെയർ ട്രാൻസ്പോർട്ടഡ് ടു ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ബേസ്ഡ് ഓൺ റേസ്. വംശത്തെ അടിസ്ഥാനമാക്കി ആൾക്കാരെ പ്രത്യേകം പ്രദേശങ്ങളിലേക്ക് മാറ്റി. ദിസ് വാസ് നോൺ ആസ് ഗ്രേറ്റ് അപ്പാർത്തൈഡ്. ഇത് ഗ്രേറ്റ് അപ്പാർത്തൈഡ് എന്നറിയപ്പെട്ടു. ഇനി അടുത്തത് പോപ്പുലേഷൻ രജിസ്ട്രേഷൻ ആക്ട്, അതായത് ജനസംഖ്യാ രജിസ്ട്രേഷൻ നിയമം. എന്താണ് അതിൽ? ഐഡന്റിറ്റി കാർഡ് വാസ് മെയ്ഡ് കമ്പൾസറി ഫോർ ഓൾ ഹൂ കംപ്ലീറ്റഡ് 18 ഇയേഴ്സ് ഓഫ് ഏജ്. 18 വയസ്സ് കഴിഞ്ഞ എല്ലാ പേർക്കും ഐഡന്റിറ്റി കാർഡ് കമ്പൾസറി ആക്കി. അടുത്തത് ഹോം ലാൻഡ് സിസ്റ്റം ബന്ധു അതോറിറ്റീസ് ആക്ട്. ഒരു ബന്ധു അധികാര നിയമം അല്ലെ, ബന്ധു അതോറിറ്റീസ് ആക്ട് പാസ്സാക്കി. എന്താണ് അതിൽ? ദ ബ്ലാക്സ് ബിക്കം സിറ്റിസൺസ് ഓഫ് സ്പെഷ്യൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസ് ആൻഡ് ഹെൻസ് ലോസ് ദെയർ സൗത്ത് ആഫ്രിക്കൻ സിറ്റിസൺഷിപ്പ്. അതായത് ഈ ബ്ലാക്സിന് അവരുടെ സൗത്ത് ആഫ്രിക്കൻ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുകയും അവർ ഒരു പ്രത്യേക സ്വയംഭരണ പ്രദേശത്തിലെ സിറ്റിസണായി മാറുകയും ചെയ്തു. അതാണ് ബന്ധു അതോറിറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. അടുത്തത് റിസർവേഷൻ ഓഫ് സെപ്പറേറ്റ് അമ്യൂണിറ്റീസ് ആക്ട്. പ്രത്യേക സൗകര്യ സംവരണ നിയമം. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആദ്യം കൊടുത്തിരുന്നത്. എന്താണ് അതിൻ്റെ പറഞ്ഞിട്ടുള്ളത്? സൈൻ ബോർഡ്സ് വെയർ ഇൻസ്റ്റാൾഡ് ഇൻ പബ്ലിക് പ്ലേസസ് സച്ച് ആസ് ഗ്രൗണ്ട്സ്, ബീച്ചസ്, ബസ്സസ്, ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, പാർക്സ് എക്സെട്ര. ഈ ഗ്രൗണ്ടിൽ, ബീച്ചിൽ, അതുപോലെ ബസ്സിൽ, ഹോസ്പിറ്റലിൽ, സ്കൂളിൽ, പാർക്കിൽ എല്ലായിടത്തും എന്ത് സ്ഥാപിച്ചു? സൈൻ ബോർഡ് സ്ഥാപിച്ചു.
അടുത്തത് ദ ബെൻഡു എഡ്യൂക്കേഷൻ ആക്ട്, ബെൻഡു വിദ്യാഭ്യാസ നിയമം. എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? ദ ബ്ലാക്സ് വെയർ റെസ്ട്രിക്റ്റഡ് ടു അണ്ടർഗോ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ഓൺലി. ഇവർക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ മാത്രമേ കൊടുക്കുള്ളൂ, പരമ്പരാഗത രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന് മാത്രമേ ഈ ബ്ലാക്സിന് അധികാരം കൊടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ അവകാശമുള്ളൂ. അതാണ് ബെൻഡു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് അവർ അനുഭവിച്ചിരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ലോസ് വന്നതോടുകൂടി അവരനുഭവിച്ചിരുന്ന പ്രോബ്ലംസ് ഇതൊക്കെയാണ്. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യനെ, എനിത്തിങ് ദാറ്റ് ഗീവ്സ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ഫോർ റൈറ്റിംഗ് ഹിസ്റ്ററി ക്യാൻ ബി കാൾഡ് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി. അല്ലേ, ഹിസ്റ്ററി റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ളത് അതിനെ നമ്മൾ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയും, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ മെയിൻ ആർക്കിയോളജിക്കൽ സോഴ്സസ്? കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്. പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ സോഴ്സസ് ഏതാണ് എന്നെഴുതി നമ്മൾ ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ സോഴ്സസ്? ആർക്കിയോളജിക്കൽ സോഴ്സസിൽ വരുന്ന എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആൻഷ്യൻറ്റ് ഇൻസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, പുരാതന ലിഖിതങ്ങൾ, പിന്നെ കേവ്സ് ഗുഹകൾ, പിന്നെ എന്തൊക്കെയാണ്? പാലസസ് കൊട്ടാരങ്ങൾ, കോയിൻസ് നാണയങ്ങൾ, പിന്നെ ലിത്തിക് മോണ്യുമെന്റ്സ് ശിലാ സ്മാരകങ്ങൾ. ഇതൊക്കെയാണ് ആർക്കിയോളജിക്കൽ സോഴ്സസിൽ വരുന്നത്. അടുത്തത്, ബിലോ ആർ ദ നെയിംസ് ഓഫ് സം ഫോറിൻ ട്രാവലേഴ്സ് ഹു ഹാവ് മെൻഷൻഡ് അബൌട്ട് കേരള, കംപ്ലീറ്റ് ദ ലിസ്റ്റ്. താഴെ കുറച്ച് ഫോറിൻ ട്രാവലേഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, അതായത് കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള കുറച്ച് ഫോറിൻ ട്രാവലേഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അവരുടെ രാജ്യം ഏതാണെന്ന് നമ്മളിപ്പോഴത്തെ എഴുതണം. അത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബോക്സ് ആണ് കേട്ടോ. അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ വൺ വേർഡിലും ചോദിക്കാം, ഈ അബ്ദുൾ റസാഖിൻ്റെ രാജ്യം ഏതാണ്, അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, അല്ലാതെ ഇങ്ങനെയും ചോദിക്കാം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളണം കേട്ടോ. ആ ബോക്സിൻ്റെ അകത്തുള്ള എല്ലാ ആൾക്കാരെയും പഠിച്ചോളണം. അബ്ദുൾ റസാഖ് എവിടെയാണ്? പേർഷ്യ. ദെൻ ഇബൻ ബത്തൂത്ത മൊറോക്കോ. അടുത്തത് മെഗസ്തനീസ് ഗ്രീസ്, അല്ലേ, മെഗസ്തനീസ് ഗ്രീസ്. അടുത്തത് മാർക്കോ പോളോ വെനീസ്. ഓക്കെ. അടുത്ത, കോയിൻസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക്കൽ സോഴ്സ്. വാട്ട് ഇൻഫർമേഷൻ ഡു വി ഗെറ്റ് ഫ്രം കോയിൻസ്? ഈ കോയിൻസ് എന്ന് പറയുന്നത് ഒരു പ്രധാന ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കോയിൻസിൽ നിന്ന് നമുക്ക് എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണ് ലഭിക്കുന്നത്? ഏതൊക്കെയാണ്? ദ പീരീഡ് ഇൻ വിച്ച് ദ കോയിൻ വാസ് മെയ്ഡ്, ഏത് കാലഘട്ടത്തിലാണ് ഈ കോയിൻ ഉണ്ടാക്കിയത്? ദ അതോറിറ്റീസ് ഹു മെയ്ഡ് ദ കോയിൻസ്, ഏത് അധികാര സ്ഥാപനമാണ് അല്ലെങ്കിൽ ഏത് അധികാരിയാണ് ഈ കോയിൻ നിർമ്മിച്ചത്? ദ അതോറിറ്റീസ് ഹു റിലീസ്ഡ് ദ കോയിൻസ്, ഈ കോയിൻ റിലീസ് ചെയ്തത് അധികാരി ഏതാണ്? ദ മെറ്റൽ യൂസ്ഡ് ടു മേക്ക് കോയിൻസ്, ഈ കോയിൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച മെറ്റൽ ഏതാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അടുത്ത 7ാമത്തെ ആക്ടിവിറ്റി നോക്കിയോളൂ. ദ എർത്ത് വിച്ച് വാസ് ഇൻ മോൾട്ടൺ ഹോട്ട് സ്റ്റേറ്റ് അറ്റ് ദ ടൈം ഓഫ് ഒറിജിൻ. ഈ ഒറിജിൻ ആയ സമയത്ത് അല്ലെങ്കിൽ എർത്ത് ഉണ്ടായ സമയത്ത് അതൊരു മോൾട്ടൺ ഹോട്ട് സ്റ്റേറ്റിലായിരുന്നു, ചുട്ട് പഴുത്ത ഒരു അവസ്ഥയിലായിരുന്നു. നമ്മുടെ ഭൂമി. സ്ലോലി കൂൾ ഡൗൺ ഓവർ ഇൻ ബില്യൺ ഓഫ് ഇയേഴ്സ്. പിന്നീട് അതെന്ത് ചെയ്യുന്നു? പതുക്കെ തണുത്തു, ബില്യൺ ഓഫ് ഇയേഴ്സ് എടുത്ത് അത് തണുത്തു. ദിസ് പ്രോസസ് റിലീസ് ദ ഗ്യാസസ് ഇൻസൈഡ് ദ എർത്ത്. ഈ പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഇതിങ്ങനെ തണുത്തു വന്ന ആ ഒരു പ്രോസസ്സിലൂടെ ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്തു? ഭൂമിക്ക് ഉള്ളിൽ നിന്ന് ഗ്യാസിനെ പുറത്തേക്ക് റിലീസ് ചെയ്തു. ഇവൻച്വലി ആൻ എയർ കവർ കണ്ടെയ്നിങ് മെനി ഗ്യാസസ് വാസ് ഫോംഡ് അറൗണ്ട് എർത്ത്. അതിൻ്റെ ഭാഗമായിട്ട് ഭൂമിക്ക് ചുറ്റും ഒരു ഗ്യാസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു എയർ കവർ ഫോം ചെയ്തു. ദിസ് ഗേഷ്യസ് ബ്ലാങ്കറ്റ് ദാറ്റ് കവേഴ്സ് ദ എർത്ത് ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയർ. അങ്ങനെ ഭൂമിയെ കവർ ചെയ്യുന്ന ഈ ഒരു ഗേഷ്യസ് ബ്ലാങ്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി 1ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആക്ടിവിറ്റീസ് കോസ് എയർ പൊല്യൂഷൻ? എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ ഈ വായു മലിനീകരണത്തിന് കാരണമാകുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന്. ഒന്ന്, എക്സസീവ് യൂസ് ഓഫ് വെഹിക്കിൾസ്, വാഹനങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം. എക്സസീവ് യൂസ് ഓഫ് പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം. സ്മോക്ക് ഫ്രം ഇൻഡസ്ട്രീസിൽ നിന്നുള്ള പുക. പിന്നെ ഡിഫോറസ്റ്റേഷൻ, വന നശീകരണം. ഇതൊക്കെയാണ് വായു മലിനീകരണത്തിന് കാരണമാകുന്നത്, എയർ പൊല്യൂഷന്. പിന്നെ വാട്ട് ക്യാൻ വി ഡു ടു പ്രിവെൻറ്റ് എയർ പൊല്യൂഷൻ? എയർ പൊല്യൂഷൻ തടയാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? യൂസിങ് പബ്ലിക് ട്രാൻസ്പോർട്ട്, പൊതുവാഹനങ്ങൾ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ബസ്, KSRTC ബസ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗപ്പെടുത്തുക. യൂസിങ് ബൈസൈക്കിൾസ് ഉപയോഗിക്കുക. എഫോറസ്റ്റേഷൻ, വനവൽക്കരണം. ടു അവോയ്ഡ് ബേണിംഗ് വേസ്റ്റ്, ഈ വേസ്റ്റൊക്കെ കത്തിക്കുന്നത് ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് എയർ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഓസോൺ ഡേ? വേൾഡ് ഓസോൺ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഇങ്ങനെ സെപ്റ്റംബർ 16 വേൾഡ് ഓസോൺ ഡേ. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് ഈ തന്നിട്ടുള്ളത്. നോക്കിയോളൂ. ഇന്ത്യ ഹാസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന നമ്മുടെ ഇന്ത്യയുടേതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ഓൺ 26 നവംബർ 1949. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ച് നമ്മൾ ഒപ്പുവെച്ചത്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാഡ്
22 പാർട്സ്, 395 ആർട്ടിക്കിൾസ് ആൻഡ് 8 ഷെഡ്യൂൾസ്. നമ്മുടെ ആ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 ആർട്ടിക്കിൾസും 8 ഷെഡ്യൂൾസും ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കം ഇൻ ടു എഫക്റ്റ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? അത് ആൻസർ 1950 ജനുവരി 26-ന്, 1950 ജാനുവരി 26-ന്. ഹു വാസ് ദ ചെയർമാൻ ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്? പാർലമെന്ററി ഡെമോക്രസി, പാർലമെന്ററി ജനാധിപത്യം. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ. ഫെഡറലിസം തന്നെയാണ്. സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഏക പൗരത്വം. ഇതൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ.